നീലമയിലിന്റെ പിലിയിതെന്റെ നീലനിറമയമ്മേ. ചോദ്യങ്ങൾ ചോദിച്ച് കാലമിതോർക്കുന്നു ഞാൻ. എന്തിനു അമ്മതനുത്തരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും. അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ? പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ. നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ. മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശ്വനെ പാടി പുകഴ്ത്തിടുവിൻ. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശ്വനെ പാടി പുകഴ്ത്തിടുവിൻ. ഓക്കെ നിർത്തൂ. സ്നേഹമുള്ള അമ്മമാരെ, നമ്മൾ കൈനഗിരിയിലേക്ക് ഒരു തീർത്ഥയാത്ര പോകാണല്ലോ. KCBC വിമൻസ് കമ്മീഷൻ്റെയും സീറോ മലബാർ അന്തർദേശീയ സീറോ മലബാർ മാതൃവേദിയുടെ ഭാരവാഹികളും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അന്തർദേശീയ മാതൃവേദിയുടെ ആനിമേറ്റർ സിസ്റ്ററാണ് കൂടെ ഉള്ളത്, സിസ്റ്റർ ഗ്ലാഡിസ് CMC. നമ്മളിപ്പോൾ 2 ഗ്രൂപ്പ്, KCBC വിമൻ കമ്മീഷൻ്റെ അംഗങ്ങളും സീറോ മലബാർ അന്തർദേശീയ മാതൃവേദി അംഗങ്ങളും ഒരുമിച്ച് ഈ തീർത്ഥയാത്ര നടത്തുമ്പോൾ പരസ്പരം കുറച്ച് പരിചയക്കുറവുണ്ടാവും 2 ഗ്രൂപ്പ് ആവണതുകൊണ്ട്. അതുകൊണ്ട് അച്ഛനിപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയല്ലോ, ഞാൻ അച്ഛനെ പരിചയപ്പെടുത്താം. അച്ഛൻ ഫാദർ വിൽസൺ ഇലവത്തുങ്കൽ കൂനൻ. അച്ഛനിപ്പോൾ KCBC വിമൻ കമ്മീഷൻ്റെ സ്പിരിച്വൽ ഡയറക്ടറും സീറോ മലബാർ അന്തർദേശീയ മാതൃവേദിയുടെ ഡയറക്ടറുമാണ്. ഇത് കർത്താവ് നൽകിയ ദിവസമാണ്, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവിൻ്റെ കൂടെയും പ്രകൃതിയുടെ ഒപ്പവും പരസ്പരവും സ്നേഹിച്ച് മുന്നോട്ട് പോകാം. എനിക്ക് ഈ തീർത്ഥയാത്ര ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങളും കൂടി സംഘടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടി അങ്ങോട്ട് മാറുകയാണ്. ആ സമയത്ത് നമ്മുടെ ആനി ചേച്ചി നമുക്ക് വേണ്ടി വചനമൊക്കെ പങ്കുവച്ചൊരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. അല്ല, അച്ഛനും സിസ്റ്ററും ഒക്കെ പോയി. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഉള്ള സ്ഥലത്തേക്കൊക്കെ കയറിയിരിക്കുക. സന്തോഷമാണോ എല്ലാവർക്കും? എങ്ങനെയുണ്ട് പിക്നിക്കൊക്കെ? അല്ല, വീട്ടിൽ നിന്ന് ആർക്കും ഇത്രയും ചിരിക്കാനും കൈകൊട്ടാനും പറ്റില്ല. ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല എല്ലാവർക്കും ഇന്നൊന്ന് അടിച്ചു പൊളിക്കാനുള്ള ഒരു ദിവസമാണ് അല്ലേ? അമ്മമാരുടെ ദിനമാണ്. കൂടുതൽ നമ്മള് കൈനകരിക്കല്ലേ പോകുന്നത്, അപ്പൊ തീർത്ഥയാത്രയും കൂടെയാണത് അല്ലേ? അപ്പൊ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇപ്പൊ നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ പുതിയ രീതിയിലൊരു ക്ലാസ് എടുത്ത് കാണിച്ചിട്ടാണ്. അതായത് ഒരു സ്നേഹം, അതിനെക്കുറിച്ച്
എന്താ നമ്മളൊക്കെ മനസ്സിലാക്കുക. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ഭാര്യയാണ് അല്ലേ, അമ്മയാണ്, അമ്മായിയമ്മയായിട്ടുണ്ട്, ചിലരൊക്കെ അമ്മൂമ്മയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നാളത്തെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താണ് സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയേക്കുന്നത്, അതിനെക്കുറിച്ച് ആ സ്നേഹത്തെക്കുറിച്ച് മാത്രം ഒന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുക. അത്തരത്തേക്ക് അച്ഛനിങ്ങ് വരികയും ചെയ്യും. അപ്പോൾ അത് ഞാൻ ഒരു കാണിച്ചു തരാം, പറയുന്നതിലും കൂടുതൽ കാണിക്കും. ഇപ്പം സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ 2 തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയാം അല്ലേ. ഒന്ന് മാനുഷിക സ്നേഹമുണ്ട് അല്ലേ, മാനുഷിക തലത്തിലുള്ള സ്നേഹമുണ്ട്, പിന്നെ ദൈവിക സ്നേഹമുണ്ട്. അപ്പം ഈ 2 തരത്തിലെ ഏത് സ്നേഹമാണ് എന്നിലുള്ളതെന്ന് ഇപ്പം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. മാനുഷിക സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 32-ാം വചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബൈബിളുള്ളവർ, കയ്യിലുള്ളവർ ഒരാളൊന്ന് വായിക്കും. അത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 32 മുതൽ ഒരു 34 വരെ അങ്ങ് വായിച്ചു. ഉറക്കെ വായിക്കണം കേട്ടോ, എല്ലാവർക്കും കേൾക്കണം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? ഇത്രയും കേട്ടിട്ട് എല്ലാം തോന്നുന്നുണ്ടോ? നല്ല വായനയാ. അതെ, വായന നല്ലതാണ്, വാചകവും നല്ലതാണ് അല്ലേ. ഇത് ഈ വചനത്തിനകത്ത് പറഞ്ഞേക്കുന്നത് എന്നതാണ്, അത് നല്ലതാണോ നമ്മൾ അറിയേണ്ടത് അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വചനത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്നേഹം അല്ലേ. ഇപ്പം നമുക്ക് ആരോടാ സ്നേഹം? നമ്മുടെ ഭർത്താവിനോട്, മക്കളോട്. അത് ആയിക്കോട്ടെ, അത് ഒരു ഡ്യൂട്ടിയാന്ന് വിചാരിച്ചോ. ഈ സ്നേഹം നമുക്ക് തോന്നുന്നത് ആരോടാണ് തോന്നുന്നത്? അവിടെയാണ് കാര്യം കിടക്കുന്നത്. കാരണം നമ്മളെ ഇങ്ങോട്ട് ചിരിക്കുകയും നല്ലത് പറയുകയും നമ്മളോട് നല്ലതായിട്ട് പെരുമാറുകയും അതുപോലെ നമ്മളോട് നല്ല രീതിയിൽ ഇടപെടുകയും നമുക്ക് നന്മ ചെയ്തു തരുകയും ചെയ്യുന്ന വ്യക്തികളോടാണ് നമുക്ക് സ്നേഹം തോന്നുന്നത് അല്ലേ. അത്രയല്ലേ തോന്നുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് എന്തെങ്കിലും നന്മ ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് നന്മ ചെയ്യും അല്ലേ. ഇപ്പൊ നിന്റെ കൊച്ചിന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചാൽ എൻ്റെ കൊച്ചിന്റെ കല്യാണത്തിന് ഞാനും വിളിക്കും. കാരണം എന്നെ വിളിച്ചല്ലോ. എൻ്റെ കൊച്ചിന്റെ കല്യാണത്തിന് ഞാൻ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുന്നേ എന്നെ വിളിച്ചിരിക്കണം അല്ലേ. കാരണം ഇങ്ങോട്ട് നന്മ ചെയ്യുന്നവർക്ക് ഞാൻ അങ്ങോട്ട് നന്മ ചെയ്യും. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ജീവിതം അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഈശോ പറയുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും ഇത് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ തിരിച്ച് നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ പാപികളാണോ പുണ്യവതികളാണോ? നമ്മളപ്പോൾ പാപികളാ. അപ്പം നമ്മൾ തിരിച്ചറിയുക നമുക്ക് പാപമുണ്ട്. കാരണം പാപം ഇല്ലാത്തവരാരും ഇല്ല. ഈശോ മാത്രമേ പാപം ഇല്ലാത്ത ആളുള്ളൂ അല്ലേ. ബാക്കി എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള. അപ്പം നമ്മൾ സ്വയം തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യണം. നമ്മൾ പാപികളാണ്, പക്ഷെ നമ്മളെ രക്ഷയിലേക്ക് ഈശോ വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയുമ്പം ഈ സ്നേഹം എന്നാണ് ഞാൻ ചെയ്യേണ്ടതെന്നും കൂടെ അറിയണ്ടേ. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെയാണേലും ഭർത്താവ് നല്ല രീതിയിൽ ഇങ്ങോട്ട് പെരുമാറിയാൽ അങ്ങോട്ട് നമ്മൾ കൊള്ളാം, പുള്ളി കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നല്ല കാര്യമൊക്കെ ചെയ്തു കൊടുക്കും അല്ലേ. അമ്മായിയമ്മയോ അത് പറയുമ്പോൾ എല്ലാവരുടെ മുഖമൊക്കെ ഒന്ന് മാറണല്ലോ. അത്രയും അങ്ങോട്ട് വരുന്നില്ല അല്ലേ. കുഴപ്പമില്ല അല്ലേ. ഇപ്പം ഇപ്പം മരുമോളെയാണ് പേടി അല്ലേ. അപ്പം അവരിൽ നിന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്നേഹം ആഗ്രഹിക്കുക. അവരിങ്ങോട്ട് സ്നേഹിച്ചാൽ മരുമോൾ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അമ്മായിയമ്മ അങ്ങോട്ട് സ്നേഹിക്കും, അമ്മായിയമ്മ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ മരുമോൾ അങ്ങോട്ട് സ്നേഹിക്കും. ഭർത്താവ് നല്ലത് ഇങ്ങോട്ട് ചെയ്താൽ നമ്മളും അങ്ങോട്ട് നല്ലത് ചെയ്യും. ഈ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതേ നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് അതേ പറ്റുന്നുള്ളൂ, നമുക്കതേ അറിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു സ്നേഹത്തിൽ നമ്മൾ ജീവിച്ചു പോയാൽ സ്വർഗത്തിലെത്തുമെന്നൊരു
സംശയമുണ്ട്. കാരണം പാപികളെ മാനസാന്തരപ്പെട്ട അവരെ ഈശോയുടെ ആ രക്ഷ സ്വീകരിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കുമ്പോഴേ നമുക്കൊരു സ്വർഗീയ ജീവിതം ആവുന്നുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവില്ലാത്തവൻ കർത്താവിനുള്ളവൻ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്നേഹം ഇങ്ങനത്തെ അല്ല എങ്കിൽ നമ്മൾ വേറെ ഏതാ സ്നേഹം എന്നാ പറയണ്ടേ അല്ലേ? കർത്താവ് എന്നാ നമ്മളോട് പറഞ്ഞേക്കുന്നത്? എങ്ങനെ സ്നേഹിക്കാനാ ഈശോ നമ്മളോട് പറഞ്ഞേക്കുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പൊ ഈശോ എങ്ങനെയാ സ്നേഹിച്ചേ? സ്വന്തം ജീവൻ കൊടുത്ത് സ്നേഹിച്ചു. ജീവൻ നൽകി സ്നേഹിച്ചു അല്ലേ ഈശോ. പിന്നെ ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പൊ ഈശോയെ സ്നേഹിച്ചവരെ മാത്രമാണോ ഈശോ സ്നേഹിച്ചത്? ആണോ? ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ സ്നേഹം എന്താന്ന് കാണിച്ചു തന്നു അല്ലേ? ഈശോ സ്നേഹിച്ചത് ശരിക്കും പറഞ്ഞ ആർക്ക് വേണ്ടിയാ ഈശോ ഇറങ്ങി വന്നേ? പാപികൾക്ക് വേണ്ടി അല്ലേ? രോഗിക്ക് ആവശ്യം, വൈദ്യനെ കൊണ്ട് ആർക്കാ ആവശ്യം? രോഗിക്ക. അപ്പൊ ഒരു രക്ഷകനെ കൊണ്ട് ആവശ്യം ആർക്കാ? പാപിക്ക. അപ്പൊ പാപികളെ തേടി വന്ന കർത്താവ്. അപ്പം പാപികളെ സ്നേഹിക്കുന്ന ഈശോ, പാപത്തെ വെറുക്കുന്ന ഈശോ, ഈശോ പാപികളെ സ്നേഹിക്കുക. നമ്മൾ പാപികളെ കാണുമ്പോൾ എന്നായും ഓടി അകലാൻ നോക്കുക അല്ലേ? കാരണം നമ്മളെ സ്നേഹിക്കാത്തവരെ കാണുമ്പോൾ നമ്മൾ അവരെ വെറുത്ത് അല്ല അവരോട് ദേഷ്യപ്പെട്ട് നമ്മൾ അവിടുന്ന് മാറിപ്പോവുക ചെയ്യുന്നത്. അപ്പം ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പം ഇങ്ങോട്ട് സ്നേഹിക്കാത്ത അമ്മായിയമ്മേനെ എങ്ങനെ സ്നേഹിക്കണം? അങ്ങോട്ട് സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ചുമ്മാ സ്നേഹിച്ചാൽ പോരാ, എങ്ങനെ സ്നേഹിക്കണം? ഈശോ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം അല്ലേ? അല്ലാണ്ട് സ്നേഹിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഈശോ പറഞ്ഞതുപോലെ അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44 അത് ഈശോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശത്രുവിന്, അത് വചനം വേണേ ഒന്ന് എടുത്തോ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടർ. അത്രയും വായിച്ചാൽ മതി. അതെ, ഇപ്പം നമ്മൾ വായിച്ചു കേട്ട വചനം എന്നായിരുന്നു? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ബാക്കിയും കൂടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ ഉറക്കെ പറ, പിതാവിന്റെ മക്കളായി തീരും. വചനം പറയുമ്പോൾ തന്നെ അനുഗ്രഹം കിട്ടും. അത് ഉറക്കം കൂടെ പറയുമ്പോൾ ഇച്ചിരി അനുഗ്രഹം. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അപ്പം നമുക്ക് ആരുടെ മക്കളായി തീരാനാ ഇഷ്ടം? അല്ലേ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരാനാണ് നമ്മുടെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എന്നാ ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. 2 കാര്യം പറഞ്ഞിട്ടുണ്ട്, 2 ഡിമാൻഡ്സ് അല്ലേ? എന്തൊക്കെയാ? ഒന്ന്, ശത്രുവിനെ സ്നേഹിക്കുക. രണ്ടാമത്തേത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ കുടുംബം ഇച്ചിരി നേരം അങ്ങ് മാറ്റിയേക്കും. ഇപ്പം നമ്മുടെ സംഘടനയല്ലേ അല്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലീഡേഴ്സാണ് എല്ലാവരും അല്ലേ? ഇനി ഇത് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഈ സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ പാപിയാണോ പുണ്യവതിയാണോ, ഞാൻ മനുഷ്യൻ്റെ സ്നേഹമാണോ കാണിക്കണേ, ഈശോയുടെ സ്നേഹമാണോ കൊടുക്കണേ? ഇനി ഇവിടെ നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പം തന്നെ സ്വർഗത്തിൽ പോകുമോ ഇല്ലെന്നറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതായത് നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കും. ശത്രു ഉണ്ടോ നമുക്ക്? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ചുറ്റിനും ശത്രുവാ അല്ലേ? കുടുംബത്തിലും ഉണ്ടെന്നാ പറഞ്ഞേക്കണേ അല്ലേ? മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ നിന്റെ ശത്രു കുടുംബത്തിൽ തന്നെ ഉണ്ടെന്നാ പറഞ്ഞേക്കണത്. അപ്പം ശത്രു ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈശോ പറയാണ്, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കുക. സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറഞ്ഞു. ഇനി കുടുംബത്തിലേ പോട്ടെ, അത് സ്നേഹിച്ചേ പറ്റുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ അല്ല ജീവിക്കാൻ പറ്റിയല്ല. അപ്പം പിന്നെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ സംഘടന എടുത്തേ, ശത്രു ആരാ? സംഘടന ശത്രു ഉണ്ടോ? ഉണ്ട്. ആരാ? ഉറക്കെ പറ, ആരാ? നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ, നമ്മുടെ ഈ സംഘടനയാകുന്ന കുടുംബത്തിലുള്ളവർ തന്നെ ശത്രുതയായിട്ടുണ്ട്. നമ്മൾ ശത്രു എന്ന് അവരെ പറയുന്നത് എന്തുകൊണ്ടാ? നമുക്കിട്ട് പാരവയ്ക്കും അല്ലേ? നമ്മളെ പറ്റി കുറ്റം പറയും, നമ്മളെ കാണുമ്പോൾ ഒന്ന് പറയും, കാണാത്തപ്പോൾ വേറൊന്ന് പറയും, പിന്നെ നമ്മുടെ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ വിളിച്ച് പറയും അല്ലേ? കർത്താവിൻ്റെ വചനമുണ്ട്, രഹസ്യം പരസ്യമാക്കരുതെന്ന്.
അതൊരു വചനമാണ്. അപ്പം നമ്മൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മിക്കവാറും അതായിരിക്കും നമ്മളെല്ലാം പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ നേച്ചർ. ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണമൊന്നുമല്ല. പിന്നെ അങ്ങനെ നമ്മളെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുകയും നമ്മുടെ പ്രവൃത്തികളെ വിമർശനം ആരോഗ്യപരമായ വിമർശനം നല്ലതാണ്. പക്ഷേ അല്ലാതെ ദുരുദ്ദേശത്തോടു കൂടി നമ്മളെ അങ്ങോട്ട് തരം താത്തണമെന്ന് വിചാരിച്ച് നമുക്കിട്ട് പാര വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കുക. ഇപ്പം ദൈവം അനുഗ്രഹിച്ചില്ല അല്ലേ? ഇപ്പം നമ്മൾ എല്ലാവരും സന്തോഷമായിട്ട് യാത്രയിലാണ് അല്ലേ? ഞാൻ സന്തോഷമൊന്നും കളയണ്ട, അങ്ങ് സങ്കല്പിച്ചാൽ മതി. അങ്ങനെ ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലുണ്ട്. ആ വ്യക്തിയെ സ്നേഹിക്കണം എന്നാണ് ഈശോ പറഞ്ഞേക്കണേ. പറ്റുമോ ഇല്ലയോ നിങ്ങൾ തന്നെ പറ. പറ്റും 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 പറ്റും. എങ്ങനെ പറ്റും? എങ്ങനെ പറ്റും? ഇങ്ങനെയാ ഇത്രയും പാര വയ്ക്കുന്നതിനെ കാണുമ്പോൾ ഞാൻ എവിടെ കണ്ടാൽ ഞാൻ ഇപ്പുറത്ത് മാറിപ്പോകും. അവരുടെ സാന്നിധ്യം എനിക്കിഷ്ടമാകൂല. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ നീങ്ങിപ്പോവും. പിന്നെ അവരുടെ നേരെ നമുക്ക് മുഖം നോക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മുഖത്തെ വരപ്രസാദമൊക്കെ മാറിപ്പോകും ഇല്ലേ? നമുക്കത് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റാതെ വരും. അപ്പം നമ്മൾ എന്തിൻ്റെയോ അടിമത്തത്തിൽ വരും. നമ്മൾ ആഗ്രഹിക്കുക അവരിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചേക്കാം, ഒക്കെ ശരിയാ. പക്ഷേ ആ ചിരി ഇളിച്ചിരിയായിപ്പോവും അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വന്ന ഒരു നിഷ്കളങ്ക ചിരി ആയിരിക്കുകയല്ല, ഒരു സ്നേഹത്തിൻ്റെ ചിരി ആയിരിക്കുകയല്ല. അപ്പം ശരിക്കും നമ്മൾ ആ ശത്രു എന്ന് കരുതുന്ന വ്യക്തിയെ, സഹോദരിയാണ്, നമ്മുടെ കോവർക്കറാണ്, അല്ലെ നമ്മുടെ സംഘടനയിലുള്ള അംഗമാണ്, അതിനെ നമ്മൾ ഈശോ പറഞ്ഞ പോലെ സ്നേഹിക്കുന്നുണ്ടോ? ഈശോ പറഞ്ഞ പോലെ ഇപ്പൊ തൽക്കാലം ഈശോ പറഞ്ഞ പോലെ ഇപ്പൊ തൽക്കാലം സ്നേഹം ഇല്ല അല്ലേ? അപ്പൊ ഈശോ പറഞ്ഞ വചനം അനുസരിക്കാതിരുന്നാൽ അതാരാ? പാപികളാ. അപ്പൊ നമ്മൾ ആരാ? പാപികള്. അപ്പൊ ഈശോ പറഞ്ഞ വചന ലംഘനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 3:4 പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, നിയമലംഘനം പാപമാണ്. അപ്പൊ ഈശോ പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുകയും നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയേക്കും പീഡിപ്പിക്കുന്ന ആളോട് കർത്താവെ അനുഗ്രഹിക്കണേന്ന്, പക്ഷെ സ്നേഹിക്കാനാണ് വിഷമം. അപ്പം ഈ വിഷമം ഞാൻ ഇപ്പം തീർത്തു തരാം. ഇപ്പം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സംഗതികൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അറിയാണ്ട് ഈ ശത്രുവിനെ സ്നേഹിച്ചോളൂ, ഉറപ്പാ. അപ്പം ഞാൻ പറയണ സാധനമൊക്കെ ഇങ്ങ് എടുത്തു തരണം കേട്ടോ. അവിടെ ഒരു തേങ്ങ ഇരിപ്പുണ്ട്, പൊതിച്ച തേങ്ങയും ഒരു പൊതിക്കാത്ത തേങ്ങയുണ്ട്. ഇപ്പോൾ വെക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല അല്ലേ? നമുക്ക് ഉള്ളത് കയ്യിലൊക്കെ പിടിച്ച് കാണിക്കാം. ഈ കൊന്ത പിടിച്ചോ. ഇതേ ഇതെന്നാന്ന് ഇത് വാക്കത്തിയും കൂടെ തരണേ, വാക്കത്തിയും കൂടെ വേണം, ഞാൻ മടി വയ്ക്കാം. എന്നാൽ പിടിച്ചോ, ചോദിക്കുമ്പോൾ ഇതെന്നാ. ഇത് നമുക്കറിയാം, തേങ്ങയാണ്, ഇതിൻ്റെ ഉപയോഗം അറിയാം, എല്ലാം നമ്മൾ കയറ നാടാണ് അല്ലേ നമ്മുടേത്. അപ്പം ഇപ്പം ഇത് പൊതിയാത്ത തേങ്ങയാണ് അല്ലേ? ഇത് ഈ രൂപത്തിലാക്കി എടുക്കണേ എന്നാ ചെയ്യണം? പൊതിക്കണം. പൊതിക്കാനുള്ള ആയുധം എന്നാ? വേഗമുണ്ട്, പാര എടുത്തുണ്ട്. എല്ലാരും വാക്കത്തി കൊണ്ടല്ല പൊതിക്കുന്നത്, പാരയുണ്ട്. ഇത് പണ്ടത്തെ പാരയല്ല, പണ്ട് വലിയ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പാര കണ്ടിട്ടില്ലേ? ഇതിപ്പോ ആധുനിക പാരയാ. ഇതെല്ലാ വീട്ടിൽ കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ ഇതേല് വെച്ച് നമ്മള് ഈ തേങ്ങ ഇങ്ങനെ പൊതിക്കും. അപ്പൊ ഇത് പൊതിക്കുന്നത് എന്തിനു വേണ്ടി? ഇതിന് എന്തെല്ലാം ഉണ്ട്? ഇതിന് ചകിരിയുണ്ട്, അകത്ത് ചകിരിയുണ്ട്, അതിന്റെ അകത്ത് ചിരട്ടയുണ്ട്, അതിന്റെ ഉള്ളില് തേങ്ങ, വെള്ളം, ഇത്രയുണ്ട്. അപ്പൊ ഈ തേങ്ങയും വെള്ളവുമാണ് ഭക്ഷണ സാധനം. അതാണ് നമുക്ക് രുചി തരുന്നത്. ചകിരി തിന്നാൻ പറ്റില്ല നമ്മളെ കണ്ട്, വേറെ ഉപയോഗമുണ്ട്. ചിരട്ടയ്ക്കും തിന്നാൻ പറ്റില്ല, വേറെ ഉപയോഗമുണ്ട്. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാ? ഇതിനകത്തിരിക്കുന്ന തേങ്ങയും വെള്ളവുമാണ്. പിന്നെ ഇത് ഞെക്കി പിഴിഞ്ഞ് ആട്ടിയൊക്കെ എടുത്ത് എണ്ണയൊക്കെ എടുക്കാതെ പോട്ടെ. അപ്പൊ ഇതിനകത്തിരിക്കുന്ന കാമ്പ്, തേങ്ങയും വെള്ളവും എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ഈ ഇങ്ങനെ ഇരിക്കണ തേങ്ങ എന്നാ ചെയ്യണം? പൊതിക്കണമെങ്കിൽ ആദ്യം എന്നാ ചെയ്യണം? പാരയിൽ വെച്ച് ഇതിന്റെ ചകിരി ആദ്യം പൊട്ടിക്കണം. ചകിരി പൊട്ടിച്ച് കഴിഞ്ഞ് എടുത്തു കഴിയുമ്പോൾ എങ്ങനെയാകും? ഈ തേങ്ങ ഇത് പിടിച്ചു, ഈ തേങ്ങ പോലെ ഇരിക്കും. ഇനി ഇതെന്നാ ചെയ്യണം? ഇത് ചെയ്യണമെങ്കിൽ എന്നാ ചെയ്യണം? വാക്കത്തി വേണ്ടേ? അപ്പോൾ പാര എടുത്തു, വാക്കത്തി എടുത്തു. ഈ വാക്കത്തിക്ക് ഇത് വെട്ടി പൊട്ടിക്കും. ഇപ്പം പൊട്ടിക്കുന്നില്ല, വെള്ളം ഇതിനോട് വീഴും. അപ്പം ഇത് പൊട്ടിക്കുമ്പോഴാണ് ഇതിനകത്ത് കാമ്പും വെള്ളവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പൊട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും.
അപ്പോൾ ആ തേങ്ങ മാറ്റില്ലേ, അതൊരെണ്ണം ഇങ്ങനെ കൈ പിടിച്ചോ ഏതായാലും തൽക്കാലത്തേക്ക്. ഇനി ഇത് വെച്ചിട്ട് ആ കരിക്കും എടുത്തേ, കരിക്കും ഒരു സ്ട്രോയും കൂടെ എടുക്കുക. അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ കേട്ടോ, ഇതിവിടെ ഇരിക്കട്ടെ, നമ്മുടെ മുമ്പിലിരിക്കട്ടെ, പേടിക്കണ്ട കേട്ടോ, മാരകായുധമാണ്. ഇത് നമ്മൾ കരിക്ക്, ഈ കരിക്ക് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ല. ഇത് നമ്മൾ ആ കരിക്ക് ആദ്യം എന്നാ ചെയ്തു, ഈ തേങ്ങ എങ്ങനെയാ കിട്ടിയത്, ഇതെങ്ങനെയാ കിട്ടിയത്? ഇത് മരത്തെ കയറി, ഒരാൾ മരത്തെ കയറി അവിടുന്ന് അത് സൃഷ്ടിയായ ദൈവത്തിന്റെ സൃഷ്ടിയിൽ അവിടെ ഇതൊരു കൊലയിൽ നിന്നിരുന്ന തേങ്ങാക്കൊലയിൽ ഇരുന്ന സാധനത്തിനെ വെട്ടിമുറിച്ചു. അപ്പൊ അവിടെ ഒരു കത്തിപ്രയോഗം നടന്നിട്ടുണ്ട്, ഒരു വാക്കത്തിപ്രയോഗം അവിടെ നടത്തിയാണ് ഇതിനെ അവിടുന്ന് വിടുവിച്ചു. അതിന്റെ കുലത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും അല്ല ഇതിനെ വിടിയിച്ചിട്ട് നമുക്കിത് കിട്ടി കയ്യിൽ. ഇനി ഇത് തുളച്ചു ചെത്തി, അത് കഴിഞ്ഞ് തുളച്ചു, ഇനി ഇത് സ്ട്രോ ഇട്ടിട്ട് നമ്മളിത് വെള്ളം കുടിക്കും. അപ്പം ഇതിന് മാറ്റിയെടുത്തു, ഇതിൻ്റെ സകലമാന അവസ്ഥയിൽ നിന്ന് ഇതിനെ വിടുവിച്ച് നമ്മളിത് കയ്യിലെടുത്തു. ഇനി നമ്മൾ ആ പൊളന്നിരിക്കണത് കാണിച്ചേ, എന്നാ ഇത് പിടിച്ചു. റീതാമ്മ അങ്ങനെ ചുമ്മാ ഇരിക്കണ്ട, പിടിച്ചോ അത്. ഇത് കണ്ടോ, ഇത് ഞാൻ പൊളത്തി വെച്ചിരിക്കുന്ന, ഇത് പൊളത്തി ഇങ്ങനെ വെച്ചിരിക്കാം. ഇപ്പം ഈ കരിക്കിനെ ഈ വാക്കത്തി കൊണ്ട് വെട്ടി പൊളന്നിട്ട് ഇതിനകത്ത് ചിലപ്പോൾ നമ്മൾ അതിനെ ഇതിങ്ങനെ എടുക്കും അല്ലേ, ഇതിങ്ങനെ എടുത്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. വെള്ളം നമ്മൾ കുടിച്ചു. നമ്മൾ ആ ചിരവി ഒന്ന് ഇങ്ങെടുത്തേ, നീ ഇതങ്ങ് വെച്ചോ, കത്തി ഒന്ന് വെച്ചോ. ആ കത്തി ഇവിടെ ഇരിക്കട്ടെ, മരകായുധങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇതെന്നാന്നറിയാം, ഇത് പണ്ടുള്ളതാ, പണ്ടത്തെ സാധനം ഇതൊക്കെ. ഇപ്പം ഇങ്ങനെ നമ്മളൊക്കെ മേശപ്പുറത്ത് ഫിറ്റ് ചെയ്തിട്ട് ചരണ്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഈ തേങ്ങ ഇല്ല, മറ്റേ തേങ്ങയില്ലേ, ആ തേങ്ങ വെട്ടി പൊട്ടിച്ചിട്ട്, പൊതിച്ച തേങ്ങ അത് പൊട്ടിച്ചിട്ട് ഇതേൽ വെച്ച് നല്ല മൂർത്ത് അഗ്രത്തി വെച്ച് ഇത് ചരണ്ടി ഇതിനെ പീസാക്കി കണ്ടിച്ചെടുക്കുക. അങ്ങനെ ഇതിനെ ശോഭകേട് ചെയ്യുക നമ്മൾ, ചരണ്ടി എടുത്താലാണ് ഇതാ. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇനി ഒരു സ്പൂണേ ഉള്ളൂ അവിടെ, സ്പൂൺ ഇനി ഇങ്ങ് ഉണ്ടെങ്കിൽ വേണ്ട. ഈ കരിക്ക് കോരി കുടിക്കാനാണ് ഞാൻ സ്പൂൺ എടുത്തോണ്ട് വന്നത്. ഈ കരിക്ക് നമ്മൾ പിന്നെ ഈ സ്പൂൺ ഉപയോഗിച്ച് കരിക്ക് പിന്നെയും ചിരണ്ടും അല്ലേ, അതിനകത്ത് നടത്തിപ്പോയി. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ ഒരു തേങ്ങ ഇങ്ങനെയാണിത് തെങ്ങേൽ, അതിനെ ആദ്യം കുലം വിടുവിച്ചു, അവിടെ ഒരു മുറിവായി. അത് കഴിഞ്ഞ് ഇതിനെ പാര കൊണ്ടുവന്ന് വെച്ച് കുത്തി, അവിടെ ഒരു മുറിവായി. അത് കഴിഞ്ഞ് വാക്കത്തി എടുത്ത് ചിരട്ട പൊട്ടിച്ചു, അവിടെ ഒരു മുറിവായി. അത് കഴിഞ്ഞ് ഒന്നുകിൽ ഇത് ചിരവേ വെച്ച് ചിരണ്ടി അവിടെ മുഴുവൻ മുറിവായി, അങ്ങനെ മുറിവായി. അത് കഴിഞ്ഞ് അത് സ്പൂൺ കൊണ്ട് വരും, അല്ലെ അരയ്ക്കുക, അതെന്തെങ്കിലും ആട്ടെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ തേങ്ങ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാക്കിയെടുക്കാൻ എന്തെല്ലാം പണി നടന്നു, നോർത്ത് നോക്കിക്കേ അല്ലേ, നടന്നില്ലേ? ഇത് നല്ല സന്തോഷമുള്ള പണിയാണോ? ഇത് ഭയങ്കരമായ വേദന ഉളവാക്കുന്നത്. ഇതിൻ്റെ രൂപവും ഭാവവും സകലതും മറിച്ച് ഇതിനെ ചെയ്യാവുന്നത് മുഴുവൻ ഇതിനിട്ട് ചെയ്തു. അപ്പോഴാണ് ഇത് ഉപയോഗിക്കാൻ പറ്റിയ സാധനമായിട്ട് മാറിയത്. അപ്പം ഞാനൊരു ചിന്തിച്ചിട്ടേ പറയാവുള്ളൂ കേട്ടോ. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉറക്കെ പറഞ്ഞോണം എല്ലാവരും. ഈ തേങ്ങയുടെ ആദ്യത്തെ ശത്രു ആരാ? ഇതിനെ ആദ്യം വേദനിപ്പിച്ച ആരാ? മനുഷ്യൻ. ആര്? തെങ്ങേ കയറി കൊല വെട്ടിയോ? പിന്നെ അത് ഇവിടെ വന്നു. പിന്നത്തെ രണ്ടാമത്തെ വേദന ആരാ കൊടുത്തേ? ഈ പാര കൊടുത്തു. പിന്നത്തെ വേദന ആരാ കൊടുത്തേ? വാക്കത്തി കൊടുത്തു, പൊട്ടിച്ചില്ലേ? പിന്നത്തെ വേദന ആര് കൊടുത്തു? ചെരവ് കൊടുത്തു, കത്തി കൊടുത്തു, സ്പൂൺ കൊടുത്തു അല്ലേ? അപ്പൊ ഇത്രയും പേര് ഈ തേങ്ങയുടെ ആരാ? ശത്രുക്കളല്ലേ? വേദന തരുന്നൊരു ശത്രുവല്ലേ അല്ലേ? ഈ ചെരവ് ഇതെല്ലാം ഈ തേങ്ങയുടെ ശത്രുവാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ തേങ്ങ ഇങ്ങനെ ഇരുന്ന ആർക്കെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ പണ്ട് പറയും പട്ടിയുടെ കയ്യിൽ പൊതിയാ തേങ്ങ കിട്ടി അത് ആർക്കും പ്രയോജനമല്ലേ. ഞാനട്ടെ, ഇപ്പം ഇങ്ങനെ നമ്മുടെ കയ്യിലൊരു തേങ്ങ കിട്ടിയെന്ന് വിചാരിക്കാം. ഈ ചെരവേ ഈ പാരയും ഈ കത്തിയും വാക്കത്തിയും ഒന്നും ഇല്ല എങ്കിൽ ഈ തേങ്ങ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് കുടിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന കാമ്പ് കിട്ടുമോ? ഇല്ല. അപ്പം ഇതിനെ ഉപയോഗയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരം, ഈ തേങ്ങയ്ക്ക് ഉപകാരം ചെയ്തവരല്ലേ ഈ പറഞ്ഞ സംഗതികൾ മുഴുവനും? ആണോ? ഉപകാരം ചെയ്തല്ലേ? ഈ തേങ്ങ ഇങ്ങനെ ഇരുന്ന് ആർക്കും ഉപകാരമില്ല. അപ്പം ഇതിനെ ഉപകാരപ്രദമാക്കത്തക്ക രീതിയിൽ ഇതിനെ വേദനിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ അവരെന്താ ചെയ്തത്? ഇതിനോട് ചെയ്തത് ഭയങ്കരമായ ഒരു ഉപകാരമാണ്.
അല്ലേ? ഭയങ്കരമായ ഒരു ഉപകാരമാണ് ചെയ്തത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സംഘടനയിലും എല്ലാം. കാരണം സ്വർഗത്തിൽ പോകണമെങ്കിൽ ചുമ്മാ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പൊതിയാ തേങ്ങ പോലെ നമ്മുടെ ജഡികതയും നമ്മുടെ ഭാവസ്വഭാവവും നമ്മുടെ വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും ഒന്നും വെച്ച് പോക്ക് നടക്കില്ല അങ്ങോട്ട്. അപ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ കുലവും ഗോത്രവും എല്ലാം വിടുവിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ കുടുംബത്തിലേക്ക് വേറൊരു കുടുംബത്തിൽ കൊണ്ട് വിട്ടു. അവിടെ ഒരു മുറിവ്. അത് കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ പെരുമാറ്റം, അമ്മായിയമ്മയുടെ ഒന്നും വേണ്ട, സകലരുടെ ഈ പെരുമാറ്റവും വാശി വൈരാഗ്യവും വെറുപ്പും ദുഃഖം തരുന്നതും പീഡ തരുന്നതും പാര വയ്ക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ ഉണർത്തിയെടുത്ത്, അതായത് ജഡത്തെ തോൽപ്പിക്കണം, ആത്മാവിനാൽ നിഹനിക്കണം ജഡിക വാസനകളെ. വാശി വൈരാഗ്യം വെറുപ്പ് വിദ്വേഷ ജഡിക വാസനകളെ ഇതിനെ നമ്മൾ ഉപേക്ഷിക്കണമെങ്കിൽ ഈ മുറിവ് കിട്ടണം. ഈ മുറിവ് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മുറിവ്, ഇപ്പം ഈ വാക്കത്തി, ആ വാക്കത്തി എടുക്കാവോ? അപ്പം ഈ വാക്കത്തിയെ നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നത് എന്താ? ഈ വാക്കത്തിയെ, ഈ തേങ്ങ നോക്കുമ്പോൾ ഇതിൻ്റെ ശത്രു ആരാ? ഈ വാക്കത്തിയാ. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ വാക്കത്തി വെറും ഒരു ആയുധമല്ലേ? ഇത് ഉപയോഗിച്ചതാരാ? മനുഷ്യൻ്റെ കയ്യിലാണ്. അപ്പം ഈ ഒരു ഉപകരണത്തെ, ഒരു ശക്തി, മനുഷ്യൻ്റെ ശക്തി കയ്യിലെടുത്തപ്പോഴാണ് ഇതിൻ്റെ ശത്രുവായി മാറിയത്, അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ വാക്കത്തി അല്ല ഈ ഉപദ്രവം മുഴുവൻ ചെയ്ത് ആരാണ്? ഈ വാക്കത്തി കയ്യിലെടുത്ത് പ്രവർത്തിപ്പിച്ച മനുഷ്യൻ, അല്ലേ? അപ്പം നമ്മൾ വീട്ടിലെ ശത്രു എന്ന് പറയുന്നത് ആരെയാന്ന് ഓർത്തോണ്ടായിരിക്കണേ? നമുക്കിട്ട് പാര വയ്ക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ ശത്രുവായിട്ട് കാണുന്നത്. പക്ഷെ ആ വ്യക്തിയല്ല നമ്മുടെ ശത്രു. നമുക്ക് ലോകത്തിൽ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അതാരാണ്? പിശാച്. അപ്പം പിശാച് നമ്മളെ പാര വയ്ക്കാനും നമ്മളെ വേദനിപ്പിക്കാനും ഒക്കെ വേണ്ടി വേറൊരു വ്യക്തിയെ, അല്ലെ ഒരു സഹോദരിയെ, ഒരു സഹോദരനെ ആ പിശാച് കയ്യിലെടുത്തിട്ട് ആ പിശാച് ആ വ്യക്തിയെ ഒരു ഉപകരണമാക്കി നമ്മുടെ നേരെ പ്രയോഗിക്കുവാണ്. അപ്പം നമ്മൾ എന്തിനാ ആ വ്യക്തിയെ വേദനിപ്പിക്കുകയും തിരിച്ച് ദേഷിക്കുകയും ചെയ്യുന്നത്? അതാ ഈശോ പറഞ്ഞത്, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം, നിന്നെ പീഡിപ്പിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കാരണം ഈ എടുത്തേക്കുന്നത് ആരാ? പിശാചാ. ആ വ്യക്തിയെ എടുത്തിരിക്കണ പിശാച. അപ്പോൾ പിശാച് വിട്ടുപോകണമെങ്കിൽ ഈശോ എന്ത് പറഞ്ഞിട്ട്? മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം ഒഴിഞ്ഞു പോകുകയല്ല. അപ്പം നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മൾ ശത്രു എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ നിന്ന് അത് വിട്ടുപോകും, നമ്മൾ സ്നേഹത്തിലാവും. അപ്പം നമുക്കിനി ശത്രു ഇല്ല. ശത്രുവിനെ നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചു. കാരണം അവർ ശത്രുവല്ല, അവരെ ഉപയോഗിക്കുന്ന പിശാചാണ് ശത്രു. അത് വിട്ടുപോകാൻ നമ്മൾ പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് ആ വചനം ഏതാ? മത്തായി സുവിശേഷം 5:44, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ആ, ദേ അച്ഛൻ വന്നു. ശരിയായിരിക്കട്ടെ അച്ഛൻ. എങ്ങനെയുണ്ടായിരുന്നു ആനി ചേച്ചിയുടെ ക്ലാസ്? നമ്മളെല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. തീർത്ഥ കേന്ദ്രമായ വിശുദ്ധ ചാവറയച്ചൻ്റെ കൈനഗിരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ച് ഈ തീർത്ഥയാത്ര കൂടുതൽ അനുഗ്രഹപ്രദമാക്കാം. എന്നാൽ നമുക്കൊരു പാട്ട് പാടിയാലോ? അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ കടവിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട.